പുളിയോദര എന്നാണ് ഇതിന്റെ പേര്. ഇത് ശരിക്കും തമിഴ്നാട്ടിലുള്ള റെസിപ്പിയാണ്. സാദം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ റെസിപ്പി തന്നെയാണ്. എല്ലാ അമ്പലങ്ങളിലൊക്കെ ഇത് പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കണും പ്രസ് ചെയ്തേക്കുക. പുളിയോദര അല്ലെങ്കിൽ പുളിസാദം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു മസാല നമ്മൾ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചു കൊടുക്കുക. പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതൊരു പൗഡർ ആയിട്ടാണ് പൊടിച്ചെടുക്കാൻ പോകുന്നത്. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഈ 2 ഇൻഗ്രീഡിയൻസും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ വറുക്കുന്നതിന്റെ ഇടയ്ക്ക് അതിന്റെ കളർ ചെറുതായി ഒന്ന് ചേഞ്ച് ആയി തുടങ്ങും. ആ സമയത്ത് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കളറൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. നമ്മളെ മുഴുവൻ മല്ലിയില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുഴുവൻ കുരുമുളകാണ് ചേർക്കേണ്ടത്. പൊടിയൊന്നും ചേർത്ത് കൊടുത്താൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എപ്പോഴും ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ എളുപ്പത്തിൽ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ 4 വറ്റൽമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എരിവനുസരിച്ച് നമുക്ക് വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. ഈ ഇൻഗ്രീഡിയൻസിന്റെ കളർ ഫുള്ളായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്ലെയിം ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ പാനിൽ ഓൾറെഡി ഉള്ള ചൂട് തന്നെ ധാരാളമാണ്. നമ്മൾ ഈ മസാലയ്ക്ക് വറുത്തെടുത്ത ഇൻഗ്രീഡിയൻസ് മുഴുവൻ ചൂടാറാനായി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്ക് ആക്കി നമുക്കിനി പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടി ഒരുപാട് പാത്രങ്ങളൊന്നും എടുത്ത് യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സെയിം മസാല വറുത്തെടുത്തില്ലേ, ആ സെയിം പാനിൽ തന്നെയാണ് ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരേ ഒരു കാര്യമാണ്, നമ്മൾ ഈ വിഭവം തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ്. അങ്ങനെ തയ്യാറാക്കുമ്പോഴായിരിക്കും ഇത് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കുക. അതേപോലെ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് മസ്റ്റായിട്ടും നിങ്ങൾ നല്ലെണ്ണ ഉപയോഗിച്ച് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കളർ ചേഞ്ച് ആവുന്നവരെ വഴറ്റാം. ഉഴുന്നിൻ്റെയും കടലപ്പരിപ്പിൻ്റെയും ഒക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പലണ്ടി കടിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കപ്പലണ്ടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. കപ്പലണ്ടി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചില്ലേ മസാലപ്പൊടി, അതാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ആ പൊടി ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് ചെറുതായിട്ടൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് ഞാനിവിടെ അരമണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വാളംപുളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി ഈ പുളിവെള്ളം നന്നായിട്ട് കിടന്ന് തിളച്ച് നന്നായിട്ട് വറ്റി വരണം. പുളിവെള്ളമൊക്കെ കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും ഭയങ്കര മണമാണ് കേട്ടോ. വീട് മുഴുവനും ഭയങ്കര മണമായിരിക്കും. അങ്ങനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തോണ്ടേ ഇരിക്കുക. ആ സമയത്ത് അതിലെ വെള്ളമൊക്കെ വറ്റി നമുക്ക് നല്ലൊരു പേസ്റ്റിന്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അതായത് നമ്മുടെ ഹൽവയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും അത് കിട്ടുക. എണ്ണയൊക്കെ മീതെ തെളിഞ്ഞു വരും. അതാണ് അതിന്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഈ ഹൽവയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ പാത്രത്തിൽ ഒട്ടി പിടിക്കാതെ വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ഇതാണ് അതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുത്തതിന് ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് പുളി തോന്നുകയാണെങ്കിലോ അല്ലെങ്കിൽ ഉപ്പ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിലോ ഒരു ചെറിയ പീസ് ശർക്കര അതിന്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അങ്ങനെ പുളിസാദത്തിന്റെ മിക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെ പുളിസാദം റെഡിയാക്കാം എന്നുള്ളത് കാണാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നിയരിയുടെ ചോറാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ചോറിന്റെ അളവനുസരിച്ച് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങായി പോയാലും ബോറാണ് കേട്ടോ. അതിന്റെ കറക്റ്റ് അളവിന് വേണം നമ്മൾ ഇട്ട് ഇളക്കി എടുക്കാനായിട്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ചോറിന്റെ അളവനുസരിച്ച് നമുക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങായി പോയാലും ബോറാണ് കേട്ടോ. അതിന്റെ കറക്റ്റ് അളവിന് വേണം നമ്മൾ ഇട്ട് ഇളക്കി എടുക്കാനായിട്ട്. ഒരു സൈഡിൽ നിന്ന് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള ചോറാവുമ്പോഴേക്കും പെട്ടെന്ന് കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പുളിയോദര അല്ലെങ്കിൽ പുളിസാദം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ സൈഡ് ഡിഷ് എന്ന് പറയുന്നത് എള്ളുപൊടിയാണ്, അല്ലെങ്കിൽ എണ്ണ കത്തിരിക്ക എന്ന് പറയും. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ ഞാൻ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലഞ്ച് ബോക്സിനൊക്കെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആണ് ഈ റെസിപ്പി. ഇതിന്റെ മിക്സ് മാത്രം നിങ്ങൾ നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു 6 മാസത്തേക്ക് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു കുപ്പിയിലായിരിക്കണം. ആ കുപ്പിയിൽ ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശം ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇതിട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. 6 മാസത്തോളം ഇത് കേടുകൂടാതിരിക്കും, ഷുവറാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.